എന്താ ബീഫാണ് കേട്ടോ, പോത്തിറച്ചിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് പെട്ടെന്ന് എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ബീഫ് പെട്ടെന്ന് എങ്ങനെ നമുക്ക് റെഡിയാക്കുക. അപ്പോൾ അത് നല്ല കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒഴിവാക്കി വെച്ചതാട്ടോ. അപ്പോൾ അതായത് നമ്മളെ മൺകലത്തിൽ തന്നെ ഉണ്ടാക്കുന്നത്. മൺകലത്തിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, അടുപ്പിൽ വെച്ച് വേവിക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഇപ്പോൾ ഇതാക്കണ മല്ലിപ്പൊടി ഒരു 2.5 ഈ ഇതിന് സ്പൂണ് 2.5 ടീസ്പൂണാട്ടോ. പിന്നെ നമ്മൾ ഇടുന്നത് മഞ്ഞപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അങ്ങനെ കീറിയിടുക കേട്ടോ. ഒരു പച്ചമുളക് ഇങ്ങനെ കീറിയിടുക. ഇനി ഇത് നമ്മളെ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഇത് മാത്രം നമ്മളെന്താ പറയുക, ഇതിൽ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും നമ്മളിപ്പോൾ ആഡ് ചെയ്യണില്ല. ഇങ്ങനെ ഇത് കൈ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ പ്രസ് ഇങ്ങനെ ഇതാക്കിയിട്ട് മസാലയൊക്കെ നല്ലോണം ഇങ്ങനെ പിടിക്കുന്ന രീതിയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഇട്ടിട്ട് മഞ്ഞപ്പൊടി, ഉപ്പും ഒരു പച്ചമുളകും മല്ലിപ്പൊടി എന്നിട്ടിപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടോ. അതാണ് ഈ ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം വേണം. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്താ സാധാ വെള്ളം ഉണ്ടല്ലോ, തണുത്ത വെള്ളം നമ്മൾ യൂസ് ആക്കരുത്. നമ്മൾ ഇതാക്കുന്ന തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ ബീഫ് കൊഴിക്കണം. അപ്പോൾ അതാക്കുന്നത് തിളപ്പിച്ച വെള്ളം. ഇനി നമുക്കിത് കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റൂല. ഈ സമയത്ത് ഞാൻ മുളക് പൊടി യൂസ് ആക്കണില്ല കേട്ടോ. ഈ സമയത്ത് മുളക് പൊടി ഒന്നും യൂസ് ആക്കാതെ ഇങ്ങനെ ഇതിന് അടുപ്പത്ത് വെച്ച് വേവിക്കും. ഇതൊന്ന് അടച്ചു വെക്കട്ടെ കേട്ടോ. അപ്പം നമ്മളെ ബീഫ് നല്ലോണം തിളച്ചിട്ടോ. ഈ സമയം നമുക്ക് എന്ത് ചെയ്യാന്നറിയാം, ഈ സമയം മുളക് പൊടി ആഡ് ചെയ്യാം. അതിനൊരു 1.5 ടീസ്പൂൺ ഇടണം കേട്ടോ മുളക് പൊടി. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടുക. എന്താ ഇഞ്ചി പച്ചമുളക് ചതച്ച് വെച്ചത്, കൊച്ചുള്ളി വെളുത്തുള്ളി കേട്ടോ. നിൽക്കൂല, അത്ര ചൂടാണ് അടുപ്പൊക്കെ. അപ്പോൾ ഈ വെളുത്തൊക്കെ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി വലിയ ജീരകം കേട്ടോ, ജീരകം ഇടണേ. ജീരകം ഞാൻ പൊടിച്ച് വെച്ച ജീരകം കഴിഞ്ഞിരിക്കണേ. ഇനി ഞാൻ ചതച്ചെടുത്ത് തരട്ടെ. ജീരകം ഇടുക കേട്ടോ. ഞാൻ ആ കല്ലിൽ ഇങ്ങനെ കുത്തി ചതച്ചിട്ടുള്ളൂ, പൊടി നല്ലോണം പൊടിഞ്ഞിട്ടില്ല. ഈ സമയം നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. നാടൻ വെപ്പന്നെ വെക്കണം. എന്നിട്ട് തന്നെ നല്ലോണം അടച്ച് വെച്ച് ഇതിങ്ങനെ വേവട്ടെ കേട്ടോ. അധികം തീ നല്ലോണം കത്തിക്കണ്ട. അതായത് നല്ല ഇറച്ചിക്ക് നല്ല വേവുണ്ട്. കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഒരു 8 വിസിലൊക്കെ നമ്മൾ അടിക്കണം. ഇതാകുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇത് സാവധാനം ഇങ്ങനെ എന്താ ചാമ്പി വേവ് അറിയില്ലേ, അതേമാതിരി ഇങ്ങനെ വന്നോളൂ. ഇതെന്താ പറയുക, അടുപ്പ് ഇങ്ങനെ കത്തുന്നുണ്ട്. ഇനി ഇതാക്കണേ, ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ പിന്നെ ഓപ്പൺ ആക്കി നോക്കുക കേട്ടോ. എല്ലാം ഒക്കെ ഒന്ന് എല്ലാം അതിലിങ്ങനെ നല്ല തിളക്കണുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്താ പറയുക, ഉലുവ പൊടിച്ചത് കുറച്ചൊന്ന് ആഡ് ചെയ്യട്ടെ. എന്താ പറയുക, നമ്മൾ ഈ ബീഫൊക്കെ വേവാൻ വേണ്ടിയിട്ടേ ഉലുവ നല്ലതാണ്. അപ്പം അത് ഒരു ഇച്ചിരി നമ്മളെ പെപ്പർ പൗഡർ കൂടി കുരുമുളകും കൂടി ആഡ് ചെയ്യാം. മക്കളെ, നമ്മളെ ബീഫ് വാങ്ങിട്ടോ. അല്ലേ, ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട്, നമുക്കുണ്ടല്ലോ നമ്മളെ കായ ഉണ്ടല്ലോ, ഞാൻ ഇതിൽ ചേർത്തിങ് കേട്ടോ. അത് ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് കാണിക്കാൻ പറ്റിയില്ല എനിക്ക്. അപ്പൊ നമുക്കിതേ
ഇതിപ്പോൾ ഞാൻ നമ്മളെ എന്താ അടുപ്പത്ത് വെച്ച് വിറകടുപ്പിൽ വെച്ചുണ്ടാക്കിയതാണ്. ഇത്ര ഗ്രേവി ഇത്ര കറി ഞങ്ങൾക്ക് വേണം. എത്ര കറി വേണം, അതായത് ചപ്പാത്തിയോ പൂരിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് കറി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്ര വേണം. ഇനിയിപ്പോൾ ഡ്രൈ ആയിട്ട് കറി ഇല്ലാതെ നമ്മളിങ്ങനെ ഇതിൽ വെക്കൂലേ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ കറി ഇങ്ങനെ ഒഴിച്ച് കഴിക്കുമ്പോഴേ ചപ്പാത്തിക്കൊക്കെ. അപ്പം ഞാൻ വറവിടാൻ ഏറ്റവും നല്ലത് എന്താ പറയുക, കൊച്ചുള്ളിയാണ്. പക്ഷെ ഞാൻ എടുത്തത് കൊച്ചുള്ളി അല്ല കേട്ടോ. കൊച്ചുള്ളി അരിഞ്ഞിങ്ങനെ നിൽക്കണമെങ്കിൽ ടൈം വരും. അപ്പോൾ കൊച്ചുള്ളി അല്ല ഞാൻ എടുത്തുകൊണ്ട് സവാള എടുത്തുങ്ങാണ്ട് ഇങ്ങനെ വലിയ ഉള്ളി എടുത്തുങ്ങാണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം നമുക്കിത് വറവിടാം. ഇനിയിപ്പോൾ ഇത് വറവിടേണ്ടത് ആവശ്യമില്ല. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒറ്റിച്ചിങ്ങാണ്ട് നല്ല ടേസ്റ്റാണ്. അധികം ഒരു ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒറ്റിച്ചു. വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ടില്ലേലും വേണ്ടിയിട്ട് കണ്ടോ നല്ല അതിൻ്റെ നല്ല ഇതുണ്ട്. അടുപ്പത്തുനിന്ന് വാങ്ങിയാണ് ഇവിടെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ സമയത്ത് വറവിടുന്നതിൻ്റെ മുന്നേ നമുക്ക് നമ്മളെ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ, മല്ലിച്ചപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മല്ലിച്ചപ്പിന് നമുക്ക് ഇതിൽ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവിക്കണ സമയത്ത് അതിലിട്ട് വേവിക്കാതെ എടുത്ത് നമ്മൾ കലം വാങ്ങി വെച്ചല്ലോ, ഇത് വാങ്ങി വെച്ചല്ലോ, എന്നിട്ട് അതിലിട്ട് കാണ്ട് നമ്മൾ ഇത് വെക്കട്ടോ. ഇനി നമുക്ക് വറവിടാം. അപ്പോൾ ഇതാക്കണേ, ഞാൻ ഇതാക്കണേ ഇതിങ്ങനെ ആക്കി വെച്ചു. ഇനിയിപ്പോൾ ഇത് വറവിടേണ്ട ആവശ്യം ഇതൊന്നുമില്ല. ഇനി വെളിച്ചെണ്ണ ഇതൊന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ നിൽക്കുന്നുണ്ട്. അത് വറവിടുക. അപ്പോൾ വറവിടുന്ന സമയത്ത് വെളിച്ചെണ്ണ ഇതാക്കിയിട്ടാണ്. അപ്പോൾ ഇതിക്ക് വലിയ ഉള്ളി കൊത്തി എരിഞ്ഞതുകൊണ്ട് ഇടുക. അപ്പോൾ ഇതിക്കിപ്പോൾ ഞാൻ ഇന്ന് തേങ്ങാക്കൊത്തൊന്നും ആഡ് ചെയ്യണില്ല. തേങ്ങാക്കൊത്താണ് ഞങ്ങൾ തേങ്ങാക്കൊത്ത് ഇട്ടുകാരാണ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് തേങ്ങാക്കൊത്തില്ലാതെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ വറ്റൽമുളക് ആഡ് ചെയ്യണില്ല. ഒക്കെ നമ്മൾ സിമ്പിളായിട്ട് പെട്ടെന്ന് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ കിടുക്കാച്ചി ഐറ്റത്തിൽ ഉണ്ടാക്കണം. എന്നാൽ നമുക്കിത് ചപ്പാത്തിൻ്റെ കൂടെ ദോശൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കും ചെയ്യാം. എന്താ നല്ല ഗ്രേവി ഒക്കെ കുറുന്നനെ നമ്മളെ കല്യാണത്തിന് വെക്കണ എന്താ ഇതിന് എക്സ്പേർട്ടായ ആൾക്കാരുണ്ടാവില്ലേ, ഫുഡിൻ്റെതൊക്കെ പഠിച്ച ആൾക്കാർ, അതുപോലെ അതിലേറെ ടേസ്റ്റ് മാതിരി ഞാൻ വീട്ടിലുണ്ടാക്കിയ ഗരം മസാല ഉണ്ടല്ലോ, അതൊന്ന് ആഡ് ചെയ്യട്ടെ കേട്ടോ. ഇത് ഞാനിങ്ങനെ കുറവുണ്ട്. എന്തിൻ്റെ കുറവറിയോ? കറി ലീഫിൻ്റെ കുറവുണ്ട്. ഞാൻ ഇത് പോയി ഇത് അതിനാണ് വെച്ചൊന്ന് അതിനൊക്കെ ഒന്ന് തിരഞ്ഞു നോക്കാം ഉണ്ടോന്ന് കറിയിലേക്ക്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അല്ലാതെ സിമ്പിളായിട്ട് എല്ലാവരും കുറഞ്ഞ ടൈമിൽ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒഴിക്കുക. കറി ലീഫ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കറി ലീഫ് ഇതിലേക്ക് ആഡ് ചെയ്യാത്തത് കേട്ടോ. കറി ലീഫ് ഉണ്ടെങ്കിൽ ഇപ്പം ഞാനതൊക്കെ ആഡ് ചെയ്യും. അപ്പം നമ്മളെ വീട്ടിൽ എല്ലാ സാധനം എപ്പോഴും ഉണ്ടാകണമെന്നില്ലല്ലോ. അപ്പം ഉള്ളിനനുസരിച്ച് നല്ല ടേസ്റ്റിൽ കിടിലം കിടുക്കാച്ചി രുചിയിൽ ഇതാ കേട്ടോ. നീക്ക് നോക്കാ നീക്ക് നോക്കി കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നൂലേ കേട്ടോ, ഇല്ലേ? കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറഞ്ഞോ, പോകാതെ ബെൽ ബട്ടൺ ഒക്കെ ഉണ്ടല്ലോ നല്ലോണം പ്രസ് ചെയ്ത് അടിച്ച് തമർത്തി പോയിക്കോളി കേട്ടോ. പിന്നെ നമ്മളെ യൂട്യൂബിൽ ഇനി പിന്നെയും പറയണില്ല. നമ്മൾ വീഡിയോസ് പല രീതിയിലും വീഡിയോസ് ഹാൻഡിൽ ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്. അപ്പം മോൾ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്, ഞാൻ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. സാഹചര്യത്തിനനുസരിച്ച് ഇപ്പൊ ബിസി ഇല്ലാത്ത സമയത്താണെങ്കിൽ അങ്ങനെ ചെയ്യും, ബിസി ആണെങ്കിൽ ചെയ്യൂല. പഠിക്കുന്ന കുട്ടികളൊക്കെ അല്ലേ, അപ്പൊ അങ്ങനെ. അപ്പൊ ഞാനിതിങ്ങനെ ഹാൻഡിൽ ചെയ്ത് ഇങ്ങനെ പോവാണ്. അപ്പൊ ബൈ.